കുഞ്ഞുങ്ങളിലെ അടിക്കടി ഉണ്ടാകുന്ന മൂക്കൊലിപ്പ്, മൂക്കടപ്പ്, ചെവിച്ചൊറിച്ചിൽ, കേൾവിക്കുറവ്, മൂക്കിലൂടെ ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ട് കാരണം വായ് തുറന്നുറങ്ങുക, കൂർക്കം വലിക്കുക പോലുള്ള ലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ടോ? എന്തിന്റെ ലക്ഷണങ്ങളാണ് ഇവയെന്ന് അറിയാമോ? മൂക്കിലെ ദശവളർച്ച അഥവാ അഡിനോയിഡ് ഗ്രന്ഥിയുടെ വീക്കമാണ് ഇതിന് കാരണം. എന്താണ് അഡിനോയിഡ് ഗ്ലാൻഡ്? അഡിനോയിഡ് ഗ്ലാൻഡ് എന്ന് പറയുന്നത് മൂക്കിന് പുറകിൽ തൊണ്ടയ്ക്ക് മുകളിലായി കാണപ്പെടുന്ന ഒരു തരം ലിംഫോയിഡ് ടിഷ്യൂ അഥവാ ഒരു കയലയാണ്. ഇത് കുഞ്ഞുങ്ങളിൽ ജനിക്കുമ്പോൾ തൊട്ട് കാണുകയും 10 to 15 വയസ്സാകുമ്പോൾ ഇത് ചുരുങ്ങി ഇല്ലാതാവുകയും ചെയ്യുന്നു. കുട്ടികളിലെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ ഇത് വളരെ അനിവാര്യമായ ഒന്നാണ്. എന്തെങ്കിലും ബാക്ടീരിയ, വൈറൽ പോലുള്ള ഇൻഫെക്ഷൻ കാരണം, അടിക്കടി ഉണ്ടാകുന്ന അലർജന്റ് കാരണം, അല്ലെങ്കിൽ പാരമ്പര്യമായോ ഈ അഡിനോയിഡ് ഗ്രന്ഥിക്ക് വീക്കം സംഭവിക്കുകയും അതിലൂടെ മൂക്കിൽ കൂടെയുള്ള ശ്വാസമെടുപ്പിനെ അത് തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നു. വായ് തുറന്നുറങ്ങുന്നതിലൂടെ കുട്ടികളിലെ പല്ല് നിരപറ്റി വരികയും പല്ലിനിടയിൽ ഗ്യാപ്പ് ഉണ്ടാവുക, അത് കാരണം ഫേഷ്യൽ ചേഞ്ചസ് വരെ സംഭവിക്കാനും കാരണമാകുന്നു. ഇത് എങ്ങനെ കണ്ടുപിടിക്കാം? നാസൽ എൻഡോസ്കോപ്പി ഇല്ലെങ്കിൽ ത്രോട്ട് എക്സ്റേ മുഖേന ഇത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ്. കുഞ്ഞുങ്ങളെ കുളിപ്പിച്ച ഉടനെ വെയിലത്തിറക്കാതിരിക്കുക, വെയിലത്ത് കളിച്ച് വന്ന ഉടനെ തന്നെ കുളിപ്പിക്കാണ്ടിരിക്കുക, ഓവറായിട്ട് എണ്ണ തേച്ച് കുളിപ്പിക്കാണ്ടിരിക്കുക ചെയ്യുന്നതിലൂടെ ഒരു പരിധി വരെ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ഇത് തടയാൻ സാധിക്കുന്നു. ഹോമിയോപ്പതി ചികിത്സ സർജറി ഇല്ലാതെ തന്നെ ഇത് മാറ്റിയെടുക്കാൻ സഹായിക്കുന്നു.